നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മുഖ്യമന്ത്രി തർക്കമെല്ലാം അവസാനിച്ചു. ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് ഇരിക്കപ്പുറതി കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു നീക്കം. കാരണം മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ അത് നമുക്കെല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുകയും അവിടെയുള്ള മന്ത്രിമാർക്ക് പുല്ലുവില പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മന്ത്രിമാരിലധികവും MLA-മാരിലധികവും ഒക്കെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ശക്തനായ നേതാവിൻ്റെ പിന്മുറക്കാരായതുകൊണ്ടും ഇനി അധികകാലമൊന്നും VD സതീശൻ എന്ന് പറയുന്ന നേതാവിന് ആ കസേരയിൽ ഇരുന്ന് വിയർക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അങ്ങനെ തർക്കങ്ങളെല്ലാം ഒതുങ്ങി ഒടുവിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി ഒരു മാസം പിന്നിടുന്നു. പക്ഷേ അപ്പോഴും ഉണ്ടല്ലോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി എന്നുള്ള പേരിൽ നമ്മുടെ കേരളത്തിൽ വിലസിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുൾക്കിരീടമായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഈ സണ്ണി ജോസഫ് ബെന്നി തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം അളിയനെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ സണ്ണി വക്കീൽ വന്നതിന് ശേഷമാണ് സണ്ണി വക്കീൽ ഇപ്പോൾ നമുക്ക് പവർ കട്ട് ഇവിടെ വരുത്തണം, പവർ കട്ടില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മഴയുടെ അളവ് കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് മുൻപൊരു സർക്കാർ ഉണ്ടായിരുന്നു. LDF എന്ന് പറയുന്ന ഒരു സർക്കാർ ഇതിന് മുൻപുണ്ടായിരുന്നു. ആ സർക്കാർ ഈ കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലും മഴയുടെ ലഭ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം കേരളക്കാരെ ഇരുട്ടത്തിരുത്താതെ കൃത്യമായി അവരുടെ വീടുകളിലേക്ക് വൈദ്യുതി മുടങ്ങാതെ എത്തിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ആ സർക്കാരിൻ്റെയും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു വിജയമായി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതും അവിടെ നിൽക്കട്ടെ. സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി വക്കീൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. ഒരു പ്രയോജനമില്ലെങ്കിൽ പോലും അതൊരു പേരിനെങ്കിലും അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. ഈ സണ്ണി വക്കീൽ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് പല വിവാദ തീരുമാനങ്ങളും ഉണ്ടാകുന്നതും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു വലിയ കൊടിയ വഞ്ചന ശവന്തൂക്ക് നടത്തിയതിൻ്റെ ചരിത്രവും അദ്ദേഹത്തിലൂടെ തന്നെയാണ് പുറത്തേക്ക് വന്നത്. കാര്യം നമുക്കെല്ലാം അറിയാം, വയനാട് പോലെയുള്ള ഒരിടത്ത് അവിടെ ജനങ്ങളെ എല്ലാം അവിടെ നിന്ന് ഒലിപ്പിച്ചുകൊണ്ട് പോയ സാഹചര്യത്തിലും അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കരെ ആകെ നടന്ന് പിരിവെടുത്തിട്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് വെറും 5 കോടി മാത്രമേ കിട്ടിയുള്ളൂ എന്ന് കള്ളം എന്ന് തന്നെ പറയേണ്ടി വരും പറഞ്ഞ ഒരു KPCC അധ്യക്ഷനുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സണ്ണി ജോസഫ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സണ്ണി വക്കീൽ തന്നെയാണ്. അതും എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ ദേശീയ പാർട്ടി 75 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷൻ വന്നുകൊണ്ട് ഒരു നോട്ടീസിൻ്റെ പുറത്ത് ഒരു കണക്കുകൾ എഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എത്രയോ പരിതാപകരമായ അവസ്ഥയാണ് എന്ന് നമ്മൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് അത്ര നല്ല പ്രവണതയല്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, KPCC അധ്യക്ഷനായി ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിനില്ല എന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സണ്ണി വക്കീൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം നേതാവായ K സുധാകരനെ ഒറ്റുകൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പദവിയിലേക്ക് എത്തിയത് എന്ന് കണ്ണൂരിലുള്ള സകലമാന കോൺഗ്രസ്സുകാർക്കും അറിയാം. ഇതിൻ്റെ ഒരു ഫലമായി അദ്ദേഹത്തിനെ പേരാവൂരിൽ ജയിപ്പിക്കില്ല എന്ന് തന്നെ അവിടുത്തെ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ സുധാകര പക്ഷക്കാർ ഉറച്ച് വിശ്വസിക്കുകയും ഉറച്ച് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ചില തിരിമറികൾ നമ്മളെല്ലാവരും സംശയിക്കുന്ന പോലെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ VD സതീശൻ്റെ വാക്കും അതോടൊപ്പം നേടിയ വിജയവും സീറ്റിൻ്റെ എണ്ണവും എല്ലാം കൂടെ കണക്കാക്കി നോക്കുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരു 75% താഴെയെങ്കിലുമുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഈ സണ്ണി വക്കീൽ ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണ്ട. കാര്യം ഒന്നാമതേ അദ്ദേഹത്തിന് നേരത്തെ KPCC അധ്യക്ഷൻ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പദവി കിട്ടിയിട്ടുണ്ട്, മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രി. ആ പദത്തിലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തന്നെയുമല്ല, അദ്ദേഹത്തിന് വിസിബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വയനാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിൽ പോലും അതിനെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ VD സതീശൻ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗ് പറയുന്നത് കേട്ടിട്ട് മാത്രം വന്ന് മാധ്യമങ്ങളെ കാണുന്ന ഒരാൾ മാത്രമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ ഒരു വേക്കൻസി അവിടെ ഉണ്ട്. അതായത് KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനം.
അപ്പോൾ അവിടെ ഇനി സ്വാഭാവികമായി അതിന് അവകാശികളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന ഒരു നേതാവ്, കോട്ടയത്ത് നിന്നുള്ള നേതാവ്, അദ്ദേഹവും ഈ പറയുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം സഭാ നേതൃത്വം അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ. അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയും ഈ സഭക്കാരുടെ പിൻബലത്തോടുകൂടി ആ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഒരു ചരടുവലി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് ജോസഫ് വാഴക്കൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഇവിടെ കേരളത്തിൽ സംഘടനാപരമായി അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനാ ദൗർബല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജോസഫ് വാഴക്കൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മികച്ച രീതിയിലേക്ക് നയിക്കണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട അധ്യക്ഷൻ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി കൂടെ നിൽക്കുന്ന ഒരാൾ ആണ് വേണ്ടത് എന്നുള്ളതാണ് ജോസഫ് വാഴക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. എന്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് പറഞ്ഞത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഇവിടെ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ആന്റോ ആന്റണി MP ആണ്. അതോടൊപ്പം നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷും MP ആണ്. അപ്പം ഈ ഇതുവരെ അവകാശവാദം ഉന്നയിച്ച് നിൽക്കുന്ന നേതാക്കന്മാരെല്ലാവരും MP സ്ഥാനത്ത് അല്ലെങ്കിൽ MP സ്ഥാനത്തിന് അർഹരായി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ MP സ്ഥാനം വഹിക്കുന്നവരാണ്. അപ്പോൾ ഇരട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ജോസഫ് വാഴക്കൻ ഉയർത്തുന്നത്. തനിക്കാവുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇരട്ട പദവി എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തനിക്ക് തന്നെ KPCC അധ്യക്ഷനാകാൻ എല്ലാവിധ യോഗ്യതയുമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് സത്യത്തിൽ ജോസഫ് വാഴക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ മുൻപേ, ഏറെ കാലം മുൻപ് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നേതാവും ഹൈക്കമാൻഡിനെ നിരന്തരം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും KPCCയെ നയിക്കാൻ വേണ്ടി ദളിതനായ ഒരാൾ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. അപ്പോൾ ദളിതനായ തനിക്കായിരിക്കണം ഇതിൻ്റെ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ശക്തമായ പിടിവലി നടത്തുന്നുണ്ട്. ഇനി അടുത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം നോക്കൂ. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നേരിട്ട് കത്ത് വരെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് കരുണാകരൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്കറിയാം. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന നേതാവ് നമ്മുടെ കേരളത്തിലെ പല നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഗർഭം കലക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പോലും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ച ഒരു നേതാവ് തന്നെയാണ്. എന്തിനേറെ പറയാൻ, ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു പണിയുമില്ല ചൊറിയും കുത്തിയിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിനെതിരായി ശക്തമായ ഒരു വിമർശന കുന്തമുന എറിഞ്ഞ ഒരു വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്നുയർത്തിയ വിമർശനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്നും കേരളത്തിൻ്റെ നമ്മുടെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് പുതിയ ചില പ്രവണതകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വാചകമായിരുന്നു അദ്ദേഹം അന്ന് കെ മുരളീധരനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. തന്നെയുമല്ല, ഈ കെ മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള അസന്മാർഗിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ബക്കറ്റും വെള്ളവും ഇതൊക്കെ അദ്ദേഹം സമൂഹ മണ്ഡലത്തിലേക്ക്, സാമൂഹിക സാംസ്കാരിക രംഗത്തേക്ക് എറിഞ്ഞുകൊടുത്ത ചില പ്രയോഗങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അങ്ങനെ ഇതെല്ലാം മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനു വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പദവിക്ക് വേണ്ടി 4-ലധികം ആളുകൾ, ഇനി ഈ പറഞ്ഞത് ഇതുവരെ ഡൽഹിയിൽ പോയി AICCയുമായി നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ എത്രയോ പേര് ഇപ്പോഴും കുപ്പായം തയ്പ്പിച്ച് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഇനി ഇത് വലിയ ചർച്ചാ വിഷയമായി മാറും. എന്ത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശപര പര്യടനത്തിലാണ്. എന്തിനാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യത്തിനായിരിക്കും 75 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വഴിയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ പക്വമതിയല്ലാത്ത ഒരു നേതാവാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അങ്ങനെ പക്വമതിയല്ലാത്ത രാഹുൽ ഗാന്ധി ഈ രീതിയിൽ വിദേശത്ത് പോയിരിക്കുന്നു. ഇനി അദ്ദേഹം തിരിച്ചു വന്നിട്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും KPCC അധ്യക്ഷൻ ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിടിവള്ളിയിരിക്കുന്ന ഒരേ ഒരാളിലാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഇതിൻ്റെ പിടിവള്ളിയിരിക്കുന്നത്. ഈ KC വേണുഗോപാൽ നിയോഗിക്കുന്ന KPCC
അധ്യക്ഷനെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി അടുത്തതായി കേരളത്തിൽ ഈ വി ഡി സതീശനെതിരായി നടക്കുന്ന പോരിന് തുടക്കം കുറിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് പാർട്ടിയും പാർട്ടിക്കുള്ളിലെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കും. കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തുള്ളതും ഈ നമുക്ക് അറിയാവുന്നതുപോലെ OJ ജനീഷ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ ആളാണ്. KSUവിന്റെ തലപ്പത്തിരിക്കുന്ന അലോഷ്യസ് സേവ്യർ ആണെങ്കിലും KC വേണുഗോപാലിന്റെ ആളാണ്. ഇനി അങ്ങോട്ട് ഇവിടേക്ക് വന്നിരിക്കുന്ന പിന്നെ KPCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതും അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വിരളാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ടി വരുന്ന ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ പേര് VD സതീശൻ എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.